PSC നടത്തുന്ന വിവിധ പരീക്ഷകൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളിൽ നിന്ന് ആ ടോപ്പിക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഹരിതഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നഗോയ പ്രോട്ടോകോൾ, കാർട്ടജീന പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ, റംസാർ കൺവെൻഷൻ എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഹരിതഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ സിലബസിൽ വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആഗോള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഓസോൺ സുഷിരം, അതുപോലെ തന്നെ ആഗോളതാപനം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ജോഗ്രഫിയോടൊപ്പം തന്നെ നമ്മുടെ എക്കോളജി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയ ടോപ്പിക്കാണ്. അപ്പോൾ പലപ്പോഴായിട്ട് ഇത് ചിലപ്പോൾ ജോഗ്രഫിയുടെ ഭാഗത്തും സയൻസിന്റെ ഭാഗത്തും ഒരുമിച്ച് പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ബോണസാണ്, ഒറ്റ തവണ നമ്മൾ പഠിക്കുമ്പോൾ ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സബ് ടോപ്പിക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് ഓസോൺ സുഷിരം, മറ്റൊന്ന് ആഗോള താപനം. ഇത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഓസോൺ സുഷിരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അന്തരീക്ഷത്തിന്റെ സ്ട്രാറ്റോസ്ഫിയർ പാളിയിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ കാണപ്പെടുന്നത്. നമുക്കറിയാം അന്തരീക്ഷത്തിലെ വിവിധ പാളികളുണ്ട്. അതിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന പാളിയിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ കാണപ്പെടുന്നത്. എത്രയോ തവണ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരമായിട്ട് വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ സ്ട്രാറ്റോസ് എന്ന് പറയുമ്പോൾ തന്നെ അവസാനം ഓസിനാണ് അവസാനിക്കുന്നത്. അതിൽ നിന്ന് ഓസോൺ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി എങ്ങനെയാണ് ഈ ഓസോൺ ഫോം ചെയ്യുന്നത്? ഓസോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം O3 ആണ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. ഇതുമൂലം ഏക ആറ്റോമിക് ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഇവിടെ അന്തരീക്ഷത്തിൽ ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ പറയുന്നത്. അവിടെ ഓക്സിജൻ തന്മാത്രകളുണ്ട്, അതായത് O2 ഉണ്ട്. ഇതിലേക്ക് സൂര്യരശ്മിയിൽ ഉൾപ്പെടുന്ന UV റേസ് വന്നിട്ട് ഇടിക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഓക്സിജൻ ആറ്റങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഏക ആറ്റോമിക് ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് എന്ത്? ഓസോണീകരണം അല്ലെങ്കിൽ ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ്, UV റേസ് വന്നിട്ട് O2 വന്നിടിക്കുമ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഓക്സിജൻ ആറ്റങ്ങളായിട്ട് മാറും. ഇനി ഈ ഓക്സിജൻ ആറ്റങ്ങൾ പോയിട്ട് എന്ത് ചെയ്യും? O2 തന്മാത്രയെ പോയിട്ട് ചേരും. അപ്പോൾ അതെന്തായിട്ട് മാറും? O2 + O ആയിട്ട് മാറുമ്പോൾ അതെന്തായിട്ട് മാറും? O3 ആയിട്ട് മാറും. ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? O3 ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓസോൺ വാതകം രൂപം കൊള്ളുന്നത്. ഇങ്ങനെ ഓസോൺ വാതകം രൂപം കൊള്ളുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസോണീകരണം അല്ലെങ്കിൽ ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ തന്മാത്രയുണ്ട്, അതിലേക്ക് അൾട്രാവയലറ്റ് കിരണങ്ങൾ വന്നിടിക്കുന്നു. അപ്പോൾ അത് ഓക്സിജനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. O2 എന്തായിട്ട് മാറും? ഓക്സിജനായിട്ട് മാറും. ഈ ഓക്സിജൻ വേറെ O2 തന്മാത്രയുമായിട്ട് കൂടി ചേർന്നിട്ട് O3 ആയിട്ട് മാറും. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസോണീകരണം അല്ലെങ്കിൽ ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം എന്ത് ചെയ്യും? കേന്ദ്രീകരിച്ചിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ രൂപം കൊള്ളുന്ന ഈ ഓസോൺ വാതകം എന്ത് ചെയ്യും? അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ, അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നാണ് ഒരു പാളിയായിട്ട് അവിടെ ക്രമീകരിക്കും. ഈ പാളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ്. എത്രയോ തവണ PSC ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇതെന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയാണ് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്തുകൊണ്ട്. അതേത് പാളിയാണ്? ഈ പറയുന്ന ഓസോൺ പാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഫസ്റ്റ് എവിടെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഓസോൺ പാളിയാണ് നമ്മുടെ ഭൂമിയിലേക്ക് UV റേസുകൾ എത്തിക്കാതെ നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
ഓസോൺ ശോഷണത്തിന് പ്രധാനമായും കാരണമാകുന്ന സംയുക്തങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നു. PS റിപ്പീറ്റായി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓസോൺ ശോഷണത്തിന് പ്രധാനമായിട്ടും കാരണമാകുന്ന സംയുക്തങ്ങൾ ഏതാണ്? CFC ആണെന്ന കാര്യം ഓർത്തിരിക്കുക. CFC എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷനുകൾ, വിവിധ തരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ് തുടങ്ങിയവ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും അത് ഈ പറയുന്ന ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റിലൊക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ സെന്റൻസുകൾ വരാം. ഇത്തരം വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ എന്താണ് ശേഷിയുണ്ട്. അപ്പോൾ ഒരു വട്ടം ഇത് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്നാൽ അവിടെ ദീർഘകാലം എന്ത് ചെയ്യാൻ പറ്റും? ഈ വാതകങ്ങൾ അവിടെ മാറ്റമില്ലാതെ നിലനിൽക്കാനുള്ള ശേഷിയുണ്ട് ഈ പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ന ഈ സംയുക്തങ്ങളിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾക്ക്. ഉയർന്ന വിതാനങ്ങളിലെത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് എന്തൊക്കെയായിട്ട് മാറും? ക്ലോറിനും ബ്രോമിനുമായിട്ട് മാറുന്നു. ഇപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഇതൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ട് ഈ പറയുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ചിട്ട് അതെന്തായിട്ട് മാറും? ക്ലോറിനും ബ്രോമിനുമായിട്ട് മാറുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഓസോൺ പാളി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓസോൺ പാളിയാണ് നമ്മളെ UV റേസിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ആ ഓക്സിജൻ തന്മാത്രകളെ, അതായത് ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ആർക്ക് കഴിയും? ഈ ക്ലോറിന് കഴിയും. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ബ്രോമിന് ഫ്ലോറിന്റെ 40 മടങ്ങ് ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ബ്രോമിൻ എന്ന് പറയുന്നതിന് ഈ പറയുന്ന ഫ്ലോറിന്റെ 40 മടങ്ങ് ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളിൽ ഉണ്ടാകുന്ന ശോഷണം അറിയപ്പെടുന്നതാണ് എന്ത്? ഓസോൺ സുഷിരം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആ ഒരു കനം എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓസോൺ പാളിയുടെ ആ കനം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് ആണ് ഈ പറയുന്ന ഈ വാതകങ്ങളൊക്കെ നമ്മൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. അത് എന്തിന് കാരണമാകുന്നു? ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നു. ഇത് നമ്മുടെ ജീവജാലങ്ങൾക്കൊക്കെ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായി രൂപം കൊണ്ട ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ 1987 ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഉടമ്പടിയാണ് ഇത് മോൺട്രിയൽ ഉടമ്പടി എന്ന് പറയുന്നത്. മോൺട്രിയൽ ഉടമ്പടി നടപ്പിലാക്കിയതിലൂടെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞ പ്രദേശമാണ് ഇത് അന്റാർട്ടിക്കിന് മുകളിലുള്ള പ്രദേശം. അപ്പോൾ ഈ ഒരു ഉടമ്പടി നടപ്പിലാക്കിയതിലൂടെ ഇപ്പോൾ അവിടുത്തെ ആ ഒരു ഓസോണിന്റെ ശോഷണം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചതെന്ന 1987 സെപ്റ്റംബർ 16-ാം തീയതിയാണ്. സെപ്റ്റംബർ 16-ാം തീയതി. ഇനി മോൺട്രിയൽ ഉടമ്പടി നിലവിൽ വന്ന എന്താണെന്ന് വെച്ചാൽ 89 ജനുവരി 1-ാം തീയതിയാണ്. 1989 ജനുവരി 1-ാം തീയതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഓസോണിന്റെ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉടമ്പടിയാണ് ഇത് മോൺട്രിയൽ ഉടമ്പടി അല്ലെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോൾ. അത് എന്നാണ് ഒപ്പുവെച്ചതെന്ന് വെച്ചാൽ 1987 സെപ്റ്റംബർ 16. അതുമായി ബന്ധപ്പെട്ട ഉച്ചകോടി എവിടെയാണെന്ന് വെച്ചാൽ വിയന്നയിലാണ് നടന്നത്. കൃത്യമായിട്ട് ഇവിടെ പറയുന്നു, വിയന്നയിലാണ് നടന്നത്. അതേപോലെ ഇത് നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ 1989 ജനുവരി 1-ാം തീയതിയാണ്. 1987 സെപ്റ്റംബർ 16 ഓർത്തിരിക്കുക. 1989 ജനുവരി 1 ഓർത്തിരിക്കുക. 1987 സെപ്റ്റംബർ 16, 1989 ജനുവരി 1-ാം തീയതി. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാ? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ വാതകം കണ്ടെത്തിയ വ്യക്തി ആരാ? ഷോൺ ബെയ്ൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നാൽ ഓസോൺ പാളി കണ്ടെത്തിയതാണെന്ന് വെച്ചാൽ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസൺ എന്നിങ്ങനെ 2 വ്യക്തികൾ ചേർന്നിട്ടാണ്.
അപ്പോൾ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ വാതകം കണ്ടെത്തിയ വ്യക്തിയാണെന്ന് വെച്ചാൽ ഷോൺ ബെയിൻ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയ വ്യക്തിയാണെന്ന് വെച്ചാലോ അവിടെ രണ്ട് വ്യക്തികളുടെ പേര്, ഒന്ന് ചാൾസ് ഫാബ്രിയും മറ്റൊന്ന് ഹെൻറി ബ്യൂസനുമാണ്. ഇനി ഓസോൺ പാളിയുടെ നിറം അല്ലെങ്കിൽ ഓസോണിന്റെ നിറം എന്താണെന്നൊക്കെ ചോദിക്കും. ഇളം നീല നിറമാണ്. ഇളം നീല നിറമാണ് ഓസോണിന്റെ അല്ലെങ്കിൽ ഓസോൺ പാളിയുടെ നിറം എന്ന് പറയുന്നത്. ഇനി ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. നമ്മൾ പറഞ്ഞു മോൺട്രിയൽ ഉടമ്പടി അത് ഒപ്പുവെച്ച ദിവസമാണ് 1957 സെപ്റ്റംബർ 16. അപ്പോൾ ആ സെപ്റ്റംബർ 16 എന്ത് ഈ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് റിപ്പീറ്റഡ് ആണ്, ഡോപ്സൺ യൂണിറ്റ് ആണ്. ഏതാണ് ഡോപ്സൺ യൂണിറ്റ്? ക്ലോറോഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ തുടങ്ങിയവ ഓസോൺ പാളിക്ക് ശോഷണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ തുടങ്ങിയവ എന്താണ് ഓസോണിന്റെ പാളിക്ക് എന്താണ് ശോഷണം ഉണ്ടാക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഓർക്കണം. CFC, ഹാലോൺ, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ ഇതെല്ലാം എന്താണ് ഓസോൺ പാളിക്ക് ശോഷണം ഉണ്ടാക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതിൻ്റെ ആ ഒരു തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ പേരുകൾ ഓർത്തിരിക്കണം. CFC ഓർത്തിരിക്കണം, ഹാലോൺ ഓർത്തിരിക്കണം, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഓർത്തിരിക്കണം, പിന്നെ ക്ലോറിനും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ബ്രോമിൻ, ഇതൊക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൂട്ടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഗോള പ്രശ്നങ്ങളിൽ നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞ ആഗോള താപനത്തെക്കുറിച്ചാണ്. ആഗോള താപനത്തിലേക്ക് വരാം. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത് ഹരിതഗ്രഹ വാതകങ്ങൾ എന്നാണ്. അതിന് ഉദാഹരണം PSC എത്രയോ തവണ ചോദിച്ചിരിക്കുന്ന ഒന്നാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. കാർബൺ മോണോക്സൈഡ് ഓർത്തിരിക്കുക, കാർബൺ ഡയോക്സൈഡ് ഓർത്തിരിക്കുക, മീഥേൻ ഓർത്തിരിക്കുക, അതേപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ്, അതുപോലെ സൾഫർ ഡയോക്സൈഡ്, ഓസോൺ, ഇതെല്ലാം എന്താണ് ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ഉദാഹരണമാണ്. ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഓസോൺ തുടങ്ങിയവ. ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തെ ഭൗമ പ്രതലം തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് എന്താണ് പ്രസരിപ്പിക്കുന്നു. അപ്പോൾ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്തിച്ചേരുന്നു, അത് ഭൗമപ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ച് എങ്ങോട്ട് പോകും, അന്തരീക്ഷത്തിലേക്ക് പ്രസരിപ്പിക്കുന്നു. ഇതിൽ കുറച്ച് താപോർജ്ജം എന്താണ് ബഹിരാകാശത്തേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്നു. ബാക്കി ഭാഗം എന്ത് ചെയ്യും, ഈ ഹരിതഗ്രഹ വാതകങ്ങളാൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ഇത് വീണ്ടും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വികിരണം വഴി എത്തുന്നു. ഇങ്ങനെ ഹരിതഗ്രഹ വാതകങ്ങൾ ഭൗമോപരിതലത്തിനടുത്ത് വെച്ച് സൂര്യപ്രകാശത്തിലെ താപോർജ്ജത്തെ ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗ്രഹ വാതകങ്ങളിൽ കൂടിയ അളവിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ആണ് കൂടിയ അളവിലുള്ളത്. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകമാണ് ഇത് കാർബൺ ഡയോക്സൈഡ്. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും ഒക്കെ കാരണമാകുന്ന പ്രധാന വാതകമാണ് ഇത് കാർബൺ ഡയോക്സൈഡ്. അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗ്രഹ വാതകങ്ങളിൽ കൂടുതൽ അളവിലുള്ളത് ഏതാണ് കാർബൺ ഡയോക്സൈഡ് ആണ്. ചതുപ്പ് നിലങ്ങൾ, ചാണകം എന്നിവയിലൂടെ മീഥേൻ അന്തരീക്ഷത്തിലെത്തും. നമ്മൾ പറഞ്ഞു മീഥേനും എന്താണ് ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ഉദാഹരണമാണ്. അത് ഈ പറയുന്ന ചതുപ്പ് നിലങ്ങൾ, ചാണകം ഇതിലൂടെയൊക്കെ എന്താണ് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരും. ഈ ചാണകമൊക്കെ കത്തിക്കുന്നതിലൂടെ ഒക്കെ ആയിട്ട് ഇത് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരും. പിന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് ഒക്കെ എന്താണ് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ് ഹരിതഗ്രഹ വാതകങ്ങളാണ്. ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഹരിതഗ്രഹ വാതകത്തിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹരിതഗ്രഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനില വർധനവുണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയിൽ വരുത്തിയ വർധനവ് 0.4 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹരിതഗ്രഹ വാതകങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ എന്ത് ചെയ്യും, ബാധിക്കും. ഇനി ആരാണ് ഈ ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത് എന്ന് വെച്ചാൽ ജോസഫ് ഫോറിയർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജോസഫ് ഫോറിയർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ജോസഫ് ഫോറിയർ ആണ് ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇത് തടയാനൊക്കെ ആയിട്ട് വന്നതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്
ഓസോണുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഹരിതഗ്രഹ പ്രഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 ക്യോട്ടോ ഉച്ചകോടി നടക്കുന്നു. ക്യോട്ടോ എന്ന് പറയുന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഉച്ചകോടി നടക്കുന്നു. അതിലൂടെ വന്നതാണ് ഇത് ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ വിളംബരം ചെയ്യപ്പെട്ട വർഷം 1997 ഡിസംബർ 11 ഇത് നിലവിൽ വരുന്നത് 2005 ഫെബ്രുവരി 16 2005 ഫെബ്രുവരി 16 ഇത് നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് 1987 സെപ്റ്റംബർ മാസം 16 പഠിച്ചു. അത് മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച തീയതിയാണ്. അതിനുശേഷം 1989 ജനുവരി 1 അത് നിലവിൽ വന്നു എന്ന് പഠിച്ചു. ഈ സെപ്റ്റംബർ 1 ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കും, സെപ്റ്റംബർ 16. ഇനി ഇവിടെ നമ്മൾ പഠിച്ചത് ക്യോട്ടോ പ്രോട്ടോകോൾ, അത് വിളംബരം ചെയ്യപ്പെടുന്നത് 1997 ഡിസംബർ 11 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16 2005 ഫെബ്രുവരി 16. അപ്പോൾ 1997 ഡിസംബർ 11, 1997 ഡിസംബർ 11, 2005 ഫെബ്രുവരി 16. ക്യോട്ടോ പ്രോട്ടോകോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങൾ 141 എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, വ്യവസായികമായി പുരോഗതി നേടിയ രാജ്യങ്ങളിൽ ഹരിതഗ്രഹ വാതകത്തിന്റെ തോത് കുറയ്ക്കാതെ തന്നെ മറ്റു ചില രാജ്യങ്ങളിൽ വനവൽക്കരണം നടത്തിയും അവിടെയുള്ള വ്യവസായങ്ങൾ കുറച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറച്ചുകൊണ്ടും ഹരിതഗ്രഹ വാതകങ്ങളുടെ തോത് കുറയ്ക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കാർബൺ ന്യൂട്രൽ ഫണ്ടിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വ്യവസായമായിട്ട് പുരോഗതി നേടിയ രാജ്യങ്ങളിൽ ഹരിതഗ്രഹ വാതകത്തിന്റെ തോത് കുറയ്ക്കാതെ തന്നെ മറ്റു ചില രാജ്യങ്ങളിൽ വനവൽക്കരണം നടത്തിയും അവിടെയുള്ള വ്യവസായങ്ങൾ കുറച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറച്ചുകൊണ്ടും ഹരിതഗ്രഹ വാതകങ്ങളുടെ തോത് കുറയ്ക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനമാണ് എന്ത്? കാർബൺ ന്യൂട്രൽ ഫണ്ടിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ടേമാണ് ഭൗമ ഉച്ചകോടി. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ദ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഭൗമ ഉച്ചകോടി എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യന്റെ വിവിധ സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതു വിധത്തിൽ പരിസ്ഥിതിയെ ബാധിക്കുന്നുവെന്ന് വിലയിരുത്തുകയും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന മാർഗരേഖ അവതരിപ്പിക്കുകയുമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഭൗമ ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ്? 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്നിവിടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ തന്നെ നമ്മുടെ ടോപ്പിക്കിലെ ആഗോള പ്രശ്നങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഓസോൺ സുഷിരം, ആഗോള താപനം, ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഇത്രയും നേരം ചർച്ച ചെയ്ത്. പൂർണ്ണമായിട്ടും SCR ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.